നമസ്കാരം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി പേപ്പർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ ടൂറിസം, എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് വരുന്നത്. അപ്പോൾ ഇതില് നമ്മൾ എന്താണ് ടൂറിസം, അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, കൂടാതെ തന്നെ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ റെലവൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ടൂറിസം എന്ന് പറയുന്നത്? ടൂറിസം എന്നാൽ ഒരു വ്യക്തി വിനോദത്തിനോ അല്ലെങ്കിൽ വിശ്രമത്തിനോ അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ നിത്യജീവിതത്തിൽ നിന്ന് ഒരല്പം മാറി ഒരിടത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിനെയും അല്ലെങ്കിൽ ഒരു യാത്ര ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ഒരു നിർവചനം നോക്കാം. ടൂറിസം ഒരു വ്യക്തി സാധാരണ താമസിക്കുന്നതിന് പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് 24 മണിക്കൂറിലധികം എന്നാൽ ഒരു വർഷത്തിൽ കുറഞ്ഞ കാലയളവിൽ യാത്ര ചെയ്യുകയും താമസിക്കുകയും ചെയ്യുന്നതിനെയാണ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ ടൂറിസം എന്ന ഹെഡിങ്ങിൽ അല്ലെങ്കിൽ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് 24 മണിക്കൂറിൽ കൂടുതലും ഒരു വർഷത്തിൽ കുറവും ആയിരിക്കണം. ഒരു വർഷത്തിൽ കൂടുതൽ ആയി കഴിയുമ്പോഴത്തേക്കും അത് ടൂറിസത്തിന്റെ പരിധിയിൽ നിന്ന് മാറും. ഒരു കുടിയേറ്റം അല്ലെങ്കിൽ തൊഴിൽ തേടിയുള്ള ഒരു യാത്രയൊക്കെ ആയിട്ട് ആ രീതിയിലേക്ക് അതിന്റെ പേര് മാറുന്നുണ്ട്. എന്നാൽ ഒരു വർഷത്തിനുള്ളിലും 24 മണിക്കൂറിന് ഉള്ളിലുമുള്ള ഒരു യാത്രയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടൂർ അല്ലെങ്കിൽ ടൂറിസം എന്ന് പറയുന്നത്. ഇനി മെത്തിസൺസ് ആൻഡ് വോൾ എന്നിവരുടെ ഒരു നിർവചനമാണ് നമ്മൾ ഇനി നോക്കുന്നത്. 1982 ഇവര് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഡെഫിനേഷനാണ്. ടൂറിസം ഒരു വ്യക്തിയുടെ സ്വതവേയുള്ള സമൂഹത്തിൽ നിന്ന് മാറി അയൽ സമൂഹത്തിലേക്ക് ഇടക്കാലത്തേക്ക് യാത്ര ചെയ്യുന്നതിനെയാണ്, അതുപോലെ അതിന്റെ അനുഭവങ്ങൾ സമ്പാദിക്കുന്നതിനെയുമാണ് ടൂറിസം എന്ന് മേത്തിസണും അതുപോലെ വോൾസും ചേർന്ന് പറയുന്നത്. ഇനി ഹിസ്റ്റോറിക്കൽ ടൂറിസം, അത് എന്താണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ? ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് പറഞ്ഞാൽ ചരിത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങള്, സ്മാരകങ്ങള്, കെട്ടിടങ്ങള്, അതുപോലെ കലയും സംസ്കാരവും ഒക്കെ തേടിയുള്ള യാത്രകള്, അതിന്റെയൊക്കെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള യാത്രകളൊക്കെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ചരിത്ര ടൂറിസം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹിസ്റ്റോറിക്കൽ എലമെന്റ് തേടിയുള്ള അല്ലെങ്കിൽ അതിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു യാത്രയെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി അതിൽ വരുന്ന ഒന്നാണ് ചരിത്ര സ്ഥലങ്ങൾ സന്ദർശിക്കുക എന്നുള്ളത്. പഴയകാലത്ത് ശ്രദ്ധേയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്രകൾ, അതിനെ നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ വരുന്നു. അതുപോലെ മ്യൂസിയങ്ങൾ. എന്താ മ്യൂസിയം എന്ന് പറഞ്ഞാൽ? ഈ ചരിത്രപരമായിട്ടുള്ള വസ്തുക്കള്, ഒബ്ജക്ട്സ്, റെലിക്സ് ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന കേന്ദ്രങ്ങളെയാണ്, പ്രദർശനത്തിനൊക്കെ ആയിട്ട് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ മ്യൂസിയംസ് എന്ന് പറയുന്നത്. സോ മ്യൂസിയങ്ങളിൽ സന്ദർശിക്കുന്നത്, അതുപോലെ തന്നെ ഭരണപരമായിട്ടുള്ള കെട്ടിടങ്ങള്, രാജാക്കന്മാരുടെ കൊട്ടാരങ്ങള്, ഇപ്പൊ നമുക്ക് നമ്മുടെ മുഗൾ ഗാർഡൻസ്, ഇതൊക്കെ ചരിത്രപരമായിട്ടുള്ള കെട്ടിടങ്ങളുടെ പരിധിയിലാണ് വരുന്നത്. ഇനി അനുഷ്ഠാന പാരമ്പര്യമാണ് മറ്റൊന്ന്. ക്ഷേത്രങ്ങളും പള്ളി കേന്ദ്രങ്ങളും ഇതൊക്കെ സന്ദർശിച്ചിട്ട് അതിന്റെ ചരിത്ര പ്രാധാന്യം വിലയിരുത്തുകയും അനുഭവങ്ങൾ അറിയുകയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിൽ മറ്റൊരു കേന്ദ്രമായിട്ട് പറയുന്നത്. ഇനി ഈ ടൂറിസത്തിന്റെ ടൈപ്സ് ഓഫ് ടൂറിസം ആണ് നമ്മൾ ഇനി നോക്കുന്നത്. ഈ ടൂറിസം എത്ര തരമുണ്ട് എന്നത് അതിന്റെ പർപ്പസിനെ, ലക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ടൂറിസത്തിന്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന്റെ ടൂറിസത്തിന്റെ ടൈപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പല ഹെഡിങ്ങുകളിലായിട്ട് അതിനെ തിരിക്കുന്നു. ഒന്നാമത് ബേസ്ഡ് ഓൺ പർപ്പസ്, ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ. ഒന്നാമത്തേത് ലേഷർ ടൂറിസം ആണ്, അതായത് വിനോദത്തിന് വേണ്ടിയിട്ടുള്ള ടൂറിസം. നമ്മൾ ഒരുപാട് നാൾ വർക്കൊക്കെ ചെയ്ത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ടെൻഷൻസ് ഒക്കെ കഴിഞ്ഞ് ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ബ്രേക്ക് എടുക്കുന്ന ആ രീതിയിൽ ചെയ്യുന്ന ടൂറിസത്തെയാണ് നമ്മൾ ലേഷർ ടൂറിസം എന്ന് പറയുന്നത്. ഇത് ബീച്ചും ഹിൽ സ്റ്റേഷൻസും ഒക്കെ നമ്മൾ പോകുന്നതിനെയാണ് ഈ ലേഷർ ടൂറിസം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് അഡ്വഞ്ചർ ടൂറിസം, സാഹസിക ടൂറിസം ആണ്. ഇതില് നമ്മൾ സാഹസിക യാത്രകളൊക്കെ നടത്തുന്നത്, സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്, ട്രക്കിങ്ങുകള്, പാരാഗ്ലൈഡിങ്, അതുപോലെ സ്ക്യൂബ ഡൈവിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് അഡ്വഞ്ചറസ് ടൂറിസം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കൾച്ചറൽ ടൂറിസം. കൾച്ചറൽ ടൂറിസം എന്ന് പറയുന്നത് ഒരു പ്രദേശത്തിന്റെ സംസ്കാരം അറിയുന്നതിന് വേണ്ടി, അത് കലയും
അതുപോലെ അവിടെ നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഉത്സവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൾച്ചറൽ ടൂറിസം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് റിലീജിയസ് ടൂറിസം, മതപരമായിട്ടുള്ള ടൂറിസം ആണ്. മതപരമായിട്ടുള്ള ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പിൽഗ്രിം സെന്റേഴ്സിലേക്കൊക്കെ ചെയ്യുന്ന യാത്രകളെയാണ് നമ്മൾ മതപരമായ ടൂറിസം എന്ന് പറയുന്നത്. പിൽഗ്രിം സെന്റേഴ്സിലേക്ക് ഇപ്പൊ ശബരിമല, കാശി, അതുപോലെ മക്ക, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ, മക്കയിലേക്കൊക്കെ നമ്മൾ യാത്ര പോകുന്നതിന് എന്താണ് പറയുന്നത്, പിൽഗ്രിം ടൂറിസം എന്നാണ് പറയുന്നത്. ദെൻ മെഡിക്കൽ ടൂറിസം ആണ് ചികിത്സയുമായി ബന്ധപ്പെട്ട്, ചികിത്സാ സംബന്ധമായിട്ട് ഉള്ള ടൂറിസം. അത് സുഖ ചികിത്സയൊക്കെയാണ്, ആരോഗ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ആ ഒരു പരിധിയിൽ വരുന്ന ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ മെഡിക്കൽ ടൂറിസം എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ ആയുർവേദ ടൂറിസം, ഇപ്പൊ കേരളത്തിലെ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള, വളരെ വേൾഡ് റെനൗൺഡ് ആയിട്ടുള്ള ഒരു സെന്റർ ആണ് കോട്ടക്കൽ ആയുർവേദ ടൂറിസത്തിന്റെ ഒരു ഈറ്റില്ലം എന്ന് പറയാം. ഇനി എഡ്യൂക്കേഷണൽ ടൂറിസം ആണ് മറ്റൊന്ന്, അതായത് പഠനത്തിനും ഗവേഷണങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ട് ടൂർ സംഘടിപ്പിക്കുന്നതിനെയാണ് എഡ്യൂക്കേഷൻ ടൂറിസം എന്ന് പറയുന്നത്. ഇനി ചരിത്ര ടൂറിസം ആണ് മറ്റൊന്ന്, അതായത് ഹിസ്റ്റോറിക്കൽ ടൂറിസം. ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്ന് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ചരിത്രപരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള, റിലവൻസ് ഉള്ള കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുന്നത്, അതില് മ്യൂസിയംസും സ്മാരകങ്ങളും കോട്ടകളും ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അതുപോലെ ഇപ്പൊ ക്ഷേത്രങ്ങളൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ ഈ പത്മനാഭപുര കൊട്ടാരവും അതുപോലെ താജ്മഹലും ഒക്കെ വിസിറ്റ് ചെയ്യുന്നത് അതിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇനി അപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞത് ബേസ്ഡ് ഓൺ പേർപ്പസ് ആണ് അല്ലെ. ഇനി നമ്മൾ നോക്കുന്നത് ബേസ്ഡ് ഓൺ ജിയോഗ്രഫി, ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന എന്താണ് ടൈപ്സ് ആണ്. ഒന്നാമത്തേത് ഡൊമസ്റ്റിക് ടൂറിസം ആണ്, ആഭ്യന്തര ടൂറിസം ആണ്. ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ നമ്മൾ നടത്തുന്ന യാത്രകളെയാണ് ആഭ്യന്തര ടൂറിസം എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു ഹൗസ് ബോട്ട് ഒരു യാത്ര, ആലപ്പുഴയിൽ ഒരു യാത്ര നടത്തുന്നത് ഒരു ആഭ്യന്തര ടൂറിസം ആണ്. അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ഇന്ത്യക്കകത്ത് നടത്തുന്ന യാത്രകൾ, താജ്മഹൽ കാണാനായിട്ട് ആഗ്രയ്ക്ക് പോയത്, അല്ലെങ്കിൽ ഒരു ഗോൽക്കൊണ്ട ഫോർട്ട് കാണാൻ പോകുന്നു, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഒരു ആഭ്യന്തര ടൂറിസത്തിലാണ് വരുന്നത്. വിത്തിൻ ദ കൺട്രി നമ്മൾ ചെയ്യുന്ന ടൂറിസം. ഇനി ഇന്റർനാഷണൽ ടൂറിസം ആണ്, അന്താരാഷ്ട്ര ടൂറിസം ആണ്. അത് രാജ്യങ്ങൾക്കിടയിൽ ചെയ്യുന്ന യാത്രകൾ. ഇപ്പൊ നമ്മൾ പാരീസിലേക്ക് ഒരു യാത്ര നടത്തുന്നു, അല്ലെങ്കിൽ മാൽദീവ്സിലേക്ക് ഒരു യാത്ര നടത്തുന്നു, ഇതൊക്കെ എന്താണ്, ഈ ഒരു അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്ന ഇന്റർനാഷണൽ ടൂറിസം ആണ്. ഇനി ബേസ്ഡ് ഓൺ നേച്ചർ, സ്വഭാവത്തിന്റെ, ആ യാത്രയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ യാത്രകളെ തരംതിരിക്കാറുണ്ട്. ഒന്നാമത്തേത് ഇക്കോ ടൂറിസം ആണ്, പരിസ്ഥിതി ടൂറിസം എന്ന് പറയും. അത് പ്രകൃതിയെയും ജീവജാലങ്ങളെയൊക്കെ അടുത്തറിയുന്നതിനും അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സ്വാംശീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന യാത്ര. ഇപ്പൊ നമ്മള് ഒരു രാജമലയിലേക്ക്, മൂന്നാറിലേക്ക് ഒരു യാത്ര നടത്തുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഇപ്പൊ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലേക്ക് ഒരു യാത്ര നടത്തുന്നത്, ഇതൊക്കെ ഒരു എക്കോ ടൂറിസത്തിന്റെ ഭാഗമാണ്. ദെൻ വൈൽഡ് ലൈഫ് ടൂറിസം, വന്യജീവി ടൂറിസം, വന്യജീവികൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് അവയെ കാണുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളിപ്പോ മുതുമല ടൈഗർ റിസർവിലൊക്കെ പോയിട്ട് അവിടെ വന്യജീവികളെ കാണാനൊക്കെ വേണ്ടി പോകുന്നതാണ്. പെരിയാർ ടൈഗർ റിസർവിലൊക്കെ പോകുന്നത്, അങ്ങനെയുള്ള യാത്രകൾ. ഇനി റൂറൽ ടൂറിസം ആണ്, ഗ്രാമീണ ടൂറിസം. അത് ഈ ഗ്രാമീണ ജീവിതവും അവരുടെ ഭക്ഷണ വൈവിധ്യങ്ങള്, അതുപോലെ ഗ്രാമീണമായിട്ടുള്ള ലൈഫ് സ്റ്റൈല് അല്ലെ, ഇതെല്ലാം ആസ്വദിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന യാത്രകളെയാണ് റൂറൽ ടൂറിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ഒരു ഡിവിഷൻ എന്ന് പറയുന്നത് അത് കാലയളവിന്റെ അടിസ്ഥാനത്തിലാണ്, ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ. ഒരു യാത്രയുടെ കാലയളവിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എത്ര ദൂരം അല്ലെങ്കിൽ എത്ര കാലം, സമയം, നമ്മൾ ടൈം ടേക്കൺ, അതിനെയാണ് നമ്മൾ ബേസ്ഡ് ഓൺ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ഷോർട്ട് ടേം ടൂറിസം ആണ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നടത്തുന്ന ഒരു ടൂറിസം. ഒരു ഒന്ന് 2-3 ദിവസങ്ങളിലൊക്കെ, 1-3 ദിവസങ്ങൾക്കിടയിൽ നമ്മൾ നടത്തുന്ന യാത്രകളെയാണ് ഒരു വീക്കെൻഡ് ട്രിപ്പ് ഒക്കെ നമ്മൾ നടത്തുന്നു. ഇപ്പോ നമ്മള് കേരളത്തിന്റെ ഉള്ളിലുള്ള ഒരു പ്രദേശത്തേക്കൊക്കെ പോയി ഇന്ന് പോയിട്ട് നാളെ വരുന്നു, അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് മറ്റന്നാൾ തിരിച്ചു വരുന്ന തരത്തിലുള്ള യാത്രകളില്ലേ, അതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് ടേം ടൂറിസം എന്ന് പറയുന്നത്. ദെൻ ലോങ് ടേം ടൂറിസം ആണ്, ദീർഘകാല ടൂറിസം എന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് ഒരാഴ്ചയും അതിൽ കൂടുതലുമുള്ള ടൂറിസത്തെ നമ്മൾ ലോങ് ടേം ടൂറിസം അല്ലെങ്കിൽ ദീർഘകാലത്തിലുള്ള ടൂറിസം എന്ന് പറയുന്നു. ഇനി സ്പെഷ്യൽ ടൂറിസം ആണ് അടുത്തത്. അത് വിശേഷ താല്പര്യ ടൂറിസം എന്ന് നമുക്ക് അതിനെ മലയാളത്തിൽ
പറയാനായിട്ട് സാധിക്കും. സ്പെഷ്യൽ ടൂറിസം ഓർ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ടൂറിസം എന്നും പറയുന്നു. അപ്പൊ ഇതിനെ നമുക്ക് പ്രത്യേക അല്ലെങ്കിൽ സവിശേഷ താല്പര്യ ടൂറിസം എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത് സ്പോർട്സ് ടൂറിസം, അതായത് കായിക ടൂറിസം, കായിക മത്സരങ്ങൾ കാണാനും പങ്കെടുക്കാനും വേണ്ടിയിട്ടൊക്കെ പോയി. ഇപ്പൊ ഒരു ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഒരു വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോ ലണ്ടനില് വേൾഡ് കപ്പ് നടക്കുന്നു, നമ്മൾ അങ്ങോട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുന്നു, നമ്മൾ അങ്ങോട്ട് പോകുന്നു. അപ്പൊ ആ ഒരു പ്രദേശം ഈ ഒളിമ്പിക്സ് കാണാൻ പോകുന്നു, ആ ഒളിമ്പിക് വില്ലേജിലൊക്കെ ചുറ്റി നടന്ന് കാണുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്, അത് സ്പോർട്സ് ടൂറിസത്തിന്റെ പരിധിയിൽ വരുന്നു. ദെൻ ഫിലിം ടൂറിസം ആണ് സിനിമ ടൂറിസം. ഇത് സിനിമ ചിത്രീകരണ സ്ഥലങ്ങൾ സന്ദർശിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബോളിവുഡ് ഹോളിവുഡ് ഒക്കെ സ്റ്റുഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതിനെയാണ് ഇതിൽ വരുന്നത്. ദെൻ ബേസ്ഡ് ഓൺ ട്രാവൽ സ്റ്റൈല്, യാത്രയുടെ സ്വഭാവം, രീതിയെ അടിസ്ഥാനപ്പെടുത്തി, യാത്രാ ശൈലിയെ അടിസ്ഥാനപ്പെടുത്തി തിരിക്കുന്നതാണ്. അത് സോളോ ടൂറിസം ആണോന്ന്, സോളോ ട്രിപ്പ് അല്ലെ, നമ്മളിപ്പോ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടേമാണ് സോളോ ട്രിപ്പ് എന്ന് പറയുന്നത്. സോളോ ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റയാൻ ടൂറിസം എന്ന് പറയാം, അതായത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതിനെയാണ് സോളോ ടൂറിസം എന്ന് പറയുന്നത്. ദെൻ ഗ്രൂപ്പ് ടൂറിസം ആണ്, സംഘം ചേർന്ന് കൂട്ടമായിട്ട് യാത്രകൾ നടത്തുന്നതിനെയാണ് ഗ്രൂപ്പ് ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്, ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാവുന്നതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ, ഓരോ ടേംസും പറയുമ്പോൾ വളരെ ഈസി ആയിട്ട്, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലാതെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ പാഠഭാഗം കഴിഞ്ഞതായിട്ട് നമുക്ക് ഫീലും ചെയ്യും. പക്ഷെ എങ്കിലും നിങ്ങൾ എക്സാമിൽ എഴുതുമ്പോൾ ഇതിലെ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് ഒന്ന് പൊലിപ്പിച്ച് തന്നെ പരീക്ഷയ്ക്ക് എഴുതിയാലാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പാഠഭാഗമാണ്. 1-2 ആവർത്തി ക്ലാസ് കേട്ടാൽ തന്നെ വളരെ കൃത്യമായിട്ട് ഇതിന്റെ നോട്ട്സ് കൂടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ ടൂറിസം. അപ്പൊ ഇത്രയാണ് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.